നമ്മൾ ചെയിൻ സർവേയിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അന്ന് അതിന്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ട്രൂ ഡിസ്റ്റൻസ് ഈക്വൽ ടു മെഷർ ഡിസ്റ്റൻസ് ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ. ഈ എൽ ഡാഷ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ് ആണ്. എൽ എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. അതായത് ഇപ്പം അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ചെയിൻ ഇത്ര നീളം കൂടി അല്ലെങ്കിൽ ഇത്ര നീളം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കൂടെ കുറയൊക്കെ ചെയ്തിട്ടുള്ള ചെയിനിന്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ആണ് എൽ ഡാഷ്. ഇനി കറക്റ്റ് ആ ചെയിനിന് ഒരു ലെങ്ത് ഉണ്ടാവും. ഇപ്പൊ 30 മീറ്ററിന്റെ ചെയിൻ അല്ലെങ്കിൽ 20 മീറ്ററിന്റെ ചെയിൻ കറക്റ്റ് ഒരു ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പൊ ആ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. പിന്നെ മെഷർ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ മൂന്ന് വാല്യൂസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ട്രൂ ഡിസ്റ്റൻസ് ഇക്വേഷനിലിട്ട് കണ്ടെത്താൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ ഏരിയയിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യുക ട്രൂ ഏരിയ ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ട്രൂ ഏരിയ ഈക്വൽ ടു മെഷേർഡ് ഏരിയ ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഏരിയ ആകുമ്പോൾ അവിടെ എന്ത് വരും, ഒരു സ്ക്വയറും കൂടെ വരും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇതുപോലെ തന്നെ വോളിയത്തിലുള്ള കറക്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ട്രൂ വോളിയം ഈക്വൽ ടു മെഷേർഡ് വോളിയം ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ ക്യൂബ് ആണ് അപ്പൊ വരുന്നത്. അപ്പൊ ലെങ്ത് ആകുമ്പോൾ ജസ്റ്റ് ഈ എൽ ഡാഷ് ബൈ എൽ എന്ന് മാത്രം യൂസ് ചെയ്യുക. ഇനി അത് ഏരിയ ആകുമ്പോൾ എൽ ഡാഷ് ബൈ എൽ ഹോൾ സ്ക്വയർ യൂസ് ചെയ്യുക. ഇനി അത് വോളിയം ആകുമ്പോൾ എൽ ഡാഷ് ബൈ എൽ ഹോൾ ക്യൂബ് യൂസ് ചെയ്യുക. അപ്പം ഏരിയ ലെങ്ത് വെച്ചിട്ടുള്ള ഒരു ട്രൂ ലെങ്ത് ഡിസ്റ്റൻസ് കണ്ടെത്തുന്ന പ്രോബ്ലം ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏരിയയിലുള്ള കറക്ഷൻ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം ആണ്. The field was surveyed by a chain and the area was found to be 127.34 hectares. അപ്പൊ നമ്മള് മെഷർ ചെയ്തപ്പം ആ സ്ഥലം 127.34 ഹെക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇഫ് ദ ചെയിൻ യൂസ്ഡ് ഇൻ ദ മെഷർമെന്റ് വാസ് 0.8% ടു ലോങ്, അതായത് ഒരു 0.8% നീളം കൂടുതലായിരുന്നു ആർക്ക്, ചെയിന്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറക്റ്റ് ഏരിയ എത്ര? അപ്പൊ ഉറപ്പായിട്ടും ആദ്യം കണ്ടെത്തിയ ഏരിയ തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് കണ്ടെത്താൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അവിടുത്തെ മെഷേർഡ് ഏരിയ എത്രയാന്നുള്ളത്. മെഷേർഡ് ഏരിയ തന്നിട്ടുള്ളത് 127.34 ഹെക്ടേഴ്സ് ആണ്. ഹെക്ടേഴ്സ് ആണ് അവിടുത്തെ മെഷേർഡ് ഏരിയ ആയിട്ട് അവർ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെയിൻ ഒരു 0.8% ടു ലോങ് ആയിട്ടുണ്ട്. അപ്പൊ കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, ഇത് നമുക്ക് പേഴ്സൻറ്റേജിലാണ് എത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പേഴ്സൻറ്റേജിന്റെ ടേംസിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം നമ്മൾ പേഴ്സൻറ്റേജ് എത്രയിലാ പറയാ, 100% ആണ് നമ്മൾ മാക്സിമം പറയാ. ഒരു സാധനം 100% ആണ് അതിന്റെ മാക്സിമം എന്ന് പറയുന്നത്. അപ്പൊ ഈ 100%ക്ക് ഒരു 0.8% കൂടിയിട്ടുണ്ട്. ഒരു 0.8% ലെങ്ത് കൂടിയിട്ടുണ്ട്. 100% ശരിക്കും ആ ചെയിന്റെ ലെങ്ത് വരേണ്ടത്. അതിലേക്ക് ഒരു 0.8% കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും. ഈ 100% പ്ലസ് 0.8% ആയിരിക്കും വരിക. 100% പ്ലസ് 0.8%. അപ്പൊ എത്രയായിരിക്കും, 100.8%. ഇതാണ് അവിടുത്തെ ഇൻകറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റ് ലെങ്ത് എത്രയായിരിക്കും? കറക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കറക്റ്റ് ഏരിയ കണ്ടെത്താം. എന്താണ് അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നത്? കറക്റ്റഡ് ഏരിയയുടെ ഇക്വേഷൻ ഒന്ന് മെഷേർഡ് ഏരിയ ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ഈ ഇൻകറക്റ്റ് ലെങ്ത് ആണ് നമ്മൾ എന്ത് പറയുന്നത്, എൽ ഡാഷ് എന്ന് പറയുന്നത്. കറക്റ്റ് ലെങ്തിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ വാല്യൂസ് ജസ്റ്റ് നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ഇങ്ങനെയായിരിക്കും വരുന്നത്, കണ്ടോ. ആ ഇക്വേഷൻ കറക്റ്റഡ് ഏരിയ ഈക്വൽ ടു മെഷേർഡ് ഏരിയ ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ മെഷേർഡ് ഏരിയ നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 127.34 ഹെക്ടേഴ്സ് ആണ്. ഇൻറ്റു നമ്മുടെ ഇൻകറക്റ്റ് ലെങ്ത് 100.8% ആണ്. ആൻഡ് ദെൻ കറക്റ്റ് ലെങ്ത് 100% ആണ്. അതിനൊരു ഹോൾ സ്ക്വയറും കൂടെ വരും. അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇതിന് 0.386 ഹെക്ടേഴ്സ് ആണ് കേട്ടോ.
അപ്പൊ നമ്മളിവിടെ തന്നിട്ടുള്ള ഏരിയയും ഹെക്ടർ തന്നെ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും, ഹെക്ടേഴ്സിലായിരിക്കും. അപ്പൊ താങ്ക് യു. നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് ടെക്സ്റ്റിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടെക്സ്റ്റിൽ സോൾവ് ചെയ്യാത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം.